Sevens Golden Diamonds, Ermalur, Vadadala. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. നേരത്തെ മട്ടാഞ്ചേരി ടൗൺ ഹാളിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കിയിരുന്നു. എന്നാൽ വീണ്ടും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുവെന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. ജനകീയ സമിതി കൺവീനർ എ ജലാലിന്റെ നേതൃത്വത്തിൽ ഇത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ടൗണില് കോർപ്പറേഷനിലേക്ക് വരുമാനം കിട്ടുന്ന കോടിക്കണക്കിന് ഇവിടെ വരുമാനം ഒരു കല്യാണം ഓളില്ല, കമ്മ്യൂണിറ്റാളൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ്. അപ്പൊ വീണ്ടും ഇവിടെ മാലിന്യം പിന്നെ ഇറക്കി വെക്കലാണ്. ഇപ്പൊ പണ്ട് മാസമായിരിക്കുകയാണ് കോടികൾ. നവീകരണ പ്രവർത്തനം ഉടനെ നടത്തും, ജനങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞാണ്. പിന്നെ മാലിന്യം ഇവിടെ ഇറക്കി വെക്കേണ്ട എന്താ ആവശ്യം? പോരാത്ത വ്യായാമം എടുക്കണം ജിമിനീഷ്യൻ. ഇതൊക്കെ ദ്രോഹമല്ലേ ചെയ്യണത്? ആരെ തറവാട് സ്വത്തല്ലത്? ഇത് പൊതുജനങ്ങളുടെ സ്വത്താണ്. പൊതുജനങ്ങൾക്ക് ആവശ്യം നടത്താനുള്ള സ്ഥലമാണ് ടൗണുകൾ, കലാപരിപാടികൾ, പല ആവശ്യങ്ങൾ. ഏറ്റവും ഈ എറണാകുളം ജില്ല ഏറ്റവും പേരേറ്റ ടൗണുകളാണിത്. അപ്പം ഇതൊക്കെ നശിപ്പിക്കണേ കാണുന്നത്. ഏതായാലും കൊച്ചിനാറി അവരുടെ കോർപ്പറേഷൻ സെക്രട്ടറി എന്നോട് പറഞ്ഞെന്തെന്നാണ്, ഇനി മാലിന്യം വെക്കൂല, ഇവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് അതിൻ്റെ വീണ്ടും കയറ്റി വെക്കണേ കാണുന്നത്. ശരിയാണോ? ആരോഗ്യ ചെയർമാൻ്റെ ഒക്കെ പത്രത്തിൽ പ്രസ്താവന ഉടനെ തുറക്കുന്നു. 1.5 കോടി രൂപ ചെലവിലാണ് ടൗൺ ഹാൾ നവീകരണം നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതോടൊപ്പമാണ് ടൗൺ ഹാൾ വളപ്പിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. എന്നാൽ വീണ്ടും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.